ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല നാടൻ രീതിയിലുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. എല്ലാവർക്കും ബീഫ് ഇഷ്ടമല്ലേ, ബീഫ് ഫ്രൈ. അപ്പോൾ നമ്മൾ ആദ്യം കഴുകി വെച്ച ബീഫിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് പുരട്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് പച്ചമുളക്, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടിച്ചത്, പിന്നെ കറിവേപ്പില, സവോള ഇതെല്ലാം കൂടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ആ ബീഫ് വേവിച്ചതിൻ്റെ നെയ്യ് തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു പച്ച ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും സവോളയും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ച് അതും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഒരു ഇത്തിരി ഉപ്പിട്ടാൽ മതി. നമ്മൾ ബീഫിലൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ ഒന്നും കൂടി ഇളക്കിയിട്ട് സവോള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വഴന്ന്. പിന്നെ നമ്മളൊന്ന് മൂടപാത്രം വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ട് വേവിച്ച് വെച്ച ആ ബീഫ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൂട്ടിയത് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലക്കൂട്ടാണ് കേട്ടോ. ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം, തക്കോലം, ഗ്രാമ്പു ഒക്കെ ഇട്ട് നമ്മൾ തന്നെ പൊടിപ്പിച്ച മസാലക്കൂട്ടാണ്. അതും 1 ടീസ്പൂൺ, അതും പിന്നെ കുരുമുളക് ചതച്ച് വെച്ചിരുന്നതും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അതിനാവശ്യമുള്ള മുളക് പൊടി, കൂടുതൽ മുളക് പൊടി വേണ്ട, നമ്മൾ കുരുമുളക് പൊടിച്ചത് ഇട്ടുകൊണ്ട് കൂടുതൽ മുളക് പൊടി വേണ്ട, കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മസാല നോക്കി ഓരോത്ത മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് ഇളക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.